ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെന്റിൽ നമ്മൾ ആദ്യമേ തന്നെ വെനിസുലയിൽ നിന്നും ഉള്ള വിഷയമാണെങ്കിലും അമേരിക്കയിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം വെനിസുലയുടെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിക്കോളാസ് മദുറോവിനെ കോർട്ടിലേക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകടനമുണ്ട്. അപ്പം അത് ചില കാര്യങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് തെളിവെടുക്കാൻ പോകുന്നത്. പക്ഷേ മറ്റു പല മാർഗങ്ങളും ഇന്ന് ടെക്നോളജിക്കലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഷോ നടത്തുക എന്നുള്ളത് പൊതുവെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു തീരുമാനം കൂടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ പ്രമുഖരായ വ്യക്തികളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദർശനം, ഒരു റൗണ്ടപ്പ് നടത്തണം. അത് മസ്റ്റാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിക്കണമല്ലോ. അപ്പൊ അതേപോലെ ഒരു മാനസികാവസ്ഥയിലാണ് ട്രംപ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ മദുറോയ്ക്ക് ചെറുതായിട്ട് ലെഗിൽ ഇഞ്ചുറി ഉണ്ട്, ലെഗ് ഇഞ്ചുറി. അത് പുള്ളിക്കാരനെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയ ആ ഒരു ടൈം മുതൽ, മൻഹാട്ടനിൽ കൊണ്ട് ഇറക്കിയ ആ ഒരു ടൈം മുതൽ തന്നെ അത് വിസിബിൾ ആണ്. ശരിക്കും പുള്ളി പതിയാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓക്കെ ആയിട്ടാണ് നടക്കുന്നത്. സ്ലോലി പിക്കപ്പ് ചെയ്താണ് നടക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തരം ഇഞ്ചുറി ഉള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവില്ല. ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ തീർച്ചയായിട്ടും ഈ ഒരു കോടതി പ്രൊസീഡിങ്സ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു മാനസികാവസ്ഥ, അമേരിക്കയുടെ ട്രംപിന്റെ ഒരു മാനസികാവസ്ഥയാണ് ഇതിലൂടെ റിഫ്ലക്ട് ആകുന്നത്. എനിവേ അത് അവരുടെ കാര്യം എന്ത് അവരായിക്കോട്ടെ. പക്ഷേ ഇതിനകത്ത് ഇന്നലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ 100-ലധികം പേജ് വരുന്ന കുറ്റകൃത്യങ്ങൾ മദുറോയും മദുറോയുടെ ഭാര്യയും ചെയ്തതായിട്ടാണ് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്, ചാർജ് ഷീറ്റ് വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ ഈ ചാർജ് ഷീറ്റ് പൂർണ്ണമായിട്ടും നിക്കോളാസ് മദുറോ നിഷേധിച്ചിരിക്കുകയാണ്. ഭാര്യയും അതേപോലെ തന്നെയാണ് നിഷേധിച്ചിരിക്കുന്നത്. മറ്റേ മരുന്ന് അമേരിക്കയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടു അനധികൃതമായി എന്നുള്ള നിലയിലാണ് ശരിക്കും ഈ ഒരു കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള തെളിവ് വേണമല്ലോ. ഈ തെളിവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു രാജ്യത്തിൽ തലപ്പത്തിരുന്ന് ഭരിക്കുന്ന ആൾക്കാരുടെ പേരിൽ ഒരു രീതിയിലും നമുക്ക് തെളിവ് സംഘടിപ്പിക്കാൻ കഴിയില്ല. കാരണം മറ്റുള്ള ആൾക്കാരായിരിക്കും അത് ചെയ്യുന്നത്. ഇവർക്ക് അതിന്റെ ഉത്തരവാദിത്തം, മോറൽ റെസ്പോൺസിബിലിറ്റി ഇവർക്കാണ്. കാരണം ഇവരാണ് ആ രാജ്യത്തിന്റെ നേതാവ് എന്നുള്ള നിലയിലുള്ള ആ ഒരു കുറ്റകൃത്യമാണ് ഇവരുടെ മേളിൽ വരുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഇവർക്കെതിരെ വിറ്റ്നസ് കൊണ്ടുവരാൻ കഴിയില്ല. കോടതികൾ നോർമലി എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കാലാകാലങ്ങളിൽ ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഇവരെന്താണ് ചെയ്യുന്നത്, ചില വർഷക്കണക്കിൽ ഇവർ ജയിലിലിടും. ഇതിപ്പോ അടുത്ത കേസ് മാർച്ചിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇത് കാലാവധി ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകും. ഇനിയിപ്പോ നോക്കുക, ഒരു 19-20 വർഷമെങ്കിലും നിക്കോളാസ് മദുറോ അമേരിക്കയുടെ ഉള്ളിൽ ജയിലിൽ കഴിയും. അതേസമയം കുറ്റം തെളിയിക്കപ്പെടില്ല. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിവേ നല്ലൊരു വക്കീലാണ് ശരിക്കും നിക്കോളാസിന് വേണ്ടി ഹാജരായത്. അഡ്വക്കേറ്റ് ബാരി പൊള്ളാക്ക് ആണ് ഹാജരായത്. ഈ ബാരി പൊള്ളാക്കിന് ഇതേപോലെ ഒരു ചരിത്രമുണ്ട്. ജൂലിയൻ അസാഞ്ച് അറിയാലോ, വിക്കിലീക്സിന്റെ ഫൗണ്ടറാണ്. വിക്കിലീക്സിന്റെ ഫൗണ്ടറിന്റെ കേസൊക്കെ വിജയകരമായിട്ട് ഹാൻഡിൽ ചെയ്ത വ്യക്തിയാണ് ബാരി ജെ പൊള്ളാക്ക്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ വാദിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശരിക്കും ഒരു 20-25 വർഷത്തേക്ക് ഇനി അമേരിക്കൻ ജയിലിന്റെ ഉള്ളിലായിരിക്കും നിക്കോളാസ് മദുറോ, കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും. അതാണ് ഈ ഒരു ഡെമോക്രസിയുടെ കീഴിൽ വരുന്ന ഒരു വിഷയം. ചാടിക്കയറി ആർക്കും തന്നെ നീതി കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ വെനിസുലയുടെ ഉള്ളിൽ നിലവിലെ താൽക്കാലിക പ്രസിഡന്റ് എന്നുള്ള നിലയിൽ റോഡ്രിഗസ് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് നിക്കോളാസ് മദുറോവിനെ എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം അമേരിക്കൻ ഗവൺമെന്റ്. രണ്ടാമത്, ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ആരും തന്നെ വെനിസുലയ്ക്കുള്ളിൽ കടന്നു കയറി ഇവിടുത്തെ അസറ്റുകൾ മോട്ടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്, അമേരിക്കയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് അമേരിക്കയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിലുണ്ട് എല്ലാ മീനിങ്ങും. ഇനി ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ 2000-2005 വരെയൊക്കെ വെനിസുലയുടെ ആ ഒരു ഗ്രോത്തിന്റെ ഗ്രാഫ് വളരെ ഉയർന്ന നിലയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനു മുമ്പുള്ള വെനിസുല പ്രസിഡന്റ് ഹ്യൂഗോ ചാവേസ്, ഈ ചാവേസ് ആക്ച്വലി 2013 മരണപ്പെടുന്നത്. അപ്പം അയാളുടെ ഭരണകാലത്ത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാള് അമേരിക്കയുമായിട്ട് നല്ല ടൈപ്പ് വെച്ച് അമേരിക്കൻ കമ്പനികൾ, ഷെവ്രോൺ പോലത്തെ പല കമ്പനികളും വെനിസുലയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ ഓയിൽ വെൽ, എണ്ണക്കിണറുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കംപ്ലീറ്റ് ടെക്നോളജിയും അവിടെ സ്ഥാപിച്ച് അവർ ഫംഗ്ഷനിങ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ എക്സാക്ട്ലി ഒരു ബ്രേക്ക് ഈവൻ കിട്ടുന്ന ഒരു ടൈമിലാണ് ഹ്യൂഗോ ചാവേസ് മരണപ്പെടുന്നത്. അതിനെ തുടർന്നാണ് നിക്കോളാസ് ഈ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ഷൻ നടത്തി ഒരു പബ്ലിക് അംഗീകാരത്തോടു കൂടി പൊസിഷനിൽ വന്ന വ്യക്തി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതാണ് നിക്കോളാസ് മദുറോവിന്റെ പരാജയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇയാൾ വന്ന ഉടനെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾക്കെല്ലാം നിങ്ങൾ പാക്ക് ചെയ്ത് നാട് വിട്ടോന്ന് പറഞ്ഞു. ഇതാണ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ ചെയ്തൊരു മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഈ എണ്ണപ്പാടങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന അമേരിക്കൻ കമ്പനികൾക്ക് നിരുപാധികം അവിടെ നിന്ന് പൂട്ടിക്കെട്ടി നാട് വിടേണ്ട സാഹചര്യം രൂപപ്പെട്ടു. എന്നാലും ഇവർ നിരന്തരം വെനിസുലയുമായിട്ട്
ഒരു നെഗോസിയേഷൻ നടത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഒരു 11-12% ഓയിൽ പിന്നീടും അമേരിക്ക അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഓയിൽ അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ബ്രേക്ക് ഈവൻ വരെ ആവണമല്ലോ. അപ്പൊ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബ്രേക്ക് ഈവൻ പോലും ആവാത്ത ഒരു അവസ്ഥയിലാണ് നിക്കോളാസ് മദുറോ ഇവരെ നാട്ടിൽ നിന്നും അടിച്ചോട്ടിച്ചത്. അപ്പം ഈ സംഭവം ശരിക്കും അമേരിക്കയുടെ ഉള്ളില് ഒരു വ്രണമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള പകരം വീട്ടിലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യമാണിത്. അപ്പം എന്തുകൊണ്ടാണ് അമേരിക്ക വെനിസുലയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, എണ്ണയാണ് ലക്ഷ്യം എന്ന് പറയുന്നെങ്കിൽ എണ്ണ തന്നെയാണ് ലക്ഷ്യം. പക്ഷെ അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ ആ സ്റ്റോറിയിൽ ഇപ്പൊ വെനിസുല എന്തെല്ലാം കാണിച്ചാലും അത് വലിയ രീതിയിൽ ചർച്ചയാവില്ല. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്ക എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ രാജ്യമാണ്. അപ്പൊ അവരിങ്ങനെ എക്കോണമി പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിന്റെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്നാണ് മറ്റുള്ളവർ കരുതുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള രാജ്യങ്ങൾ ഡെമോക്രസിയിൽ റോൾ മോഡലായിട്ട് നിൽക്കേണ്ട, മറ്റുള്ളവർക്ക് ഡെമോക്രസി പഠിപ്പിക്കുന്ന രാജ്യം കൂടിയാണ്. അപ്പൊ ആ രാജ്യം ഇങ്ങനത്തെ പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്ന് മറ്റു പല രാജ്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അമേരിക്കയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പുറകിലുള്ള വിഷയം. അമേരിക്കൻ കമ്പനികൾക്ക് വന്ന നഷ്ടം, ആ നഷ്ടം നികത്തണം. അപ്പൊ അത് എത്ര വർഷം കഴിഞ്ഞാലും അമേരിക്ക ഒരു റിവെഞ്ച് മനസ്സിൽ വെച്ചിട്ട് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ത്രൂ അമേരിക്കൻ കുത്തക മുതലാളിമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ പ്രദേശങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ലിൻസി ഗ്രഹാം പോലത്തെ ആൾക്കാർ, അതേപോലെ സ്കോട്ട് ബെസന്റ് പോലത്തെ ആൾക്കാർ, അതുപോലെ തന്നെ ലുട്നിക് പോലത്തെ ആൾക്കാർ, ഇവരെല്ലാം അമേരിക്കയിലുള്ള ഓരോ പ്രൊവിൻസുകളെ, ഓരോ സെക്ടറിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഓരോ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്കെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റുകളുള്ള പല കമ്പനികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഭരണകൂടത്തിൽ മറ്റുള്ളവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഘോര നിന്ന് സംസാരിക്കുന്നതും ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ട് അയാളെ കളിയാക്കുന്നത് പോലെ മാധ്യമപ്രവർത്തകരുടെ നിന്ന് കൂട്ടം കൂടി ചിരിച്ച് സംസാരിക്കുന്നതും. സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട മാറ്ററുകളാണ് ഇവരിങ്ങനെ ചിരിച്ച് വളരെ കാഷ്വൽ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വർണ്ണശേഖരം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 161 ടൺ വെനിസുല അടുത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ തന്നെ കുറെ സ്വർണം UK മോട്ടിച്ച് വെച്ചിരിക്കുകയാണ്. UK മോട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. അതായത് ഇതിന് മുമ്പിരുന്ന ഷാവേസ് എന്ന് പറഞ്ഞ ആ ഒരു നേതാവ് ഭരിച്ചിരുന്ന സമയത്ത് UK ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ്. അപ്പം അയാൾ മരണപ്പെട്ട് പുതിയതായിട്ട് നിക്കോളാസ് മദുറോ ഭരണത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ലീഗലായിട്ടല്ല, ഡെമോക്രാറ്റിക് രീതിയിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് UK അടുത്ത് വെനിസുല ഈ ഗോൾഡ് റിസർവ് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവർ കൊടുക്കാൻ തയ്യാറായില്ല. നമ്പർ 1, UK ഏറ്റവും വലിയ കള്ളന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വർണ്ണങ്ങളൊക്കെ ഇവരുടെ പക്കലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യക്കുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് നല്ലത്. ഇന്ത്യ ഓൾറെഡി തന്നെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇന്നലെ പുതിയൊരു അറിയിപ്പ്. ഇത് വേറെ ആരുമല്ല, സ്വിറ്റ്സർലാൻഡ് പറഞ്ഞിരിക്കും. സ്വിറ്റ്സർലാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ, 2ാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് കള്ളപ്പണങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഈ യുദ്ധം നടത്തി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വരുന്ന ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഹിഡനായിട്ട്, സീക്രട്ടായിട്ട് ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്ത രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അവർ അങ്ങനത്തെ ഇരട്ടത്താപ്പ് പണി ചെയ്തുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. കള്ളന്മാരും ഇന്നും പല കള്ളന്മാരും പൊതുജനങ്ങളുടെ പൈസ മോട്ടിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്നത് ഇതേ സ്വിസ് ബാങ്കിലാണ്. അവരിടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അതിന്റെ ലിസ്റ്റ് പുറത്തു വിടും, അത് വിടും, ഇത് വിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാടകം ഇറക്കും. പക്ഷെ അവരൊന്നും ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ അവര് പുതുതായിട്ടൊരു അറിയിപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, നിക്കോളാസ് മദുറോവിന്റെ അസറ്റുകൾ കംപ്ലീറ്റ് അവർ ഫ്രീസ് ചെയ്യും. പ്രത്യേകിച്ച് വെനിസുലയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം അസറ്റുകൾ സ്വിറ്റ്സർലാൻഡിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് സ്വിസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം ഫ്രീസ് ചെയ്യാൻ പോവാണ്. മീൻസ് അവർ മോട്ടിക്കാൻ പോകും. അപ്പൊ അത് അവര് ഇപ്പൊ തട്ടിയെടുക്കാൻ പോവാണ്. അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇതൊരു പുതിയൊരു ടെക്നിക്കാണിത്. ഇപ്പം റഷ്യയുമായിട്ട് യുദ്ധം വന്നു. അപ്പൊ റഷ്യയുടെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സ്വിറ്റ്സർലാൻഡും വെനിസുലയും തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ഇപ്പൊ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്? അത് അവസരം കാത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ലൂപ്പ് ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ തട്ടിപ്പ് നടത്താം, വെട്ടിപ്പ് നടത്താം, മോഷ്ടിക്കാം. ഇതാണ് ഇപ്പൊ പുതിയ യൂറോപ്യൻ തന്ത്രം. പണ്ട് ഇവര് കോളനിവൽക്കരണത്തിലൂടെ പല രാജ്യങ്ങളും പോയിട്ട് കൊള്ളയടിച്ച് ജീവിക്കുമായിരുന്നു. ഇപ്പൊ അവർക്ക് അതിനുള്ള അവസരം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യണമല്ലോ. അത് മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ പുതിയ ഐഡിയ എല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പൊ എന്തായാലും അമേരിക്കയ്ക്കും യൂറോപ്പിനും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഗ്രീൻലാൻഡിനെ ചൊല്ലി ഇപ്പോൾ പുതിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ജർമ്മനി, ഫ്രാൻസ്, UK ഇവരെല്ലാം തന്നെ ഇപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാറ്റോ രാജ്യങ്ങളുടെ തലതൊട്ടപ്പനാണ് അമേരിക്ക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ നാറ്റോ രാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നാറ്റോ രാജ്യങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ള ഈ ഒരു പ്രസ്താവന. ഇതിലൊന്നും യാതൊരു കാര്യമില്ല. നാറ്റോ തന്നെ നയിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നാറ്റോയ്ക്ക് എന്റെ കോൺട്രിബ്യൂഷൻ 980 ബില്യൺ ആണ് അമേരിക്ക നാറ്റോയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ എൻറ്റയർ റീജിയൻസിലുള്ള നാറ്റോയിൽ കിടക്കുന്ന മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് എല്ലാം കൂടെ ചേർന്നിട്ട്
മുടക്കുന്നത് വെറും 608 ബില്യൺ ആണ്. അപ്പം ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ, ആർക്കാണ് ഏറ്റവും കൂടുതൽ വോയിസ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ? അമേരിക്കയ്ക്കാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നാറ്റോയ്ക്ക് പ്രസക്തി? നാറ്റോയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ് ഇപ്പം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒരു ചാർട്ട് വെക്കുന്നുണ്ട്. ഈ ചാർട്ട് നിങ്ങൾ നോക്കിക്കോ. വെനിസുലയെ മാത്രം ഇപ്പൊ ഏതാണ്ട് 3ാമത്തെ പ്രാവശ്യമാണ് വെനിസുലയ്ക്ക് മേളിൽ ഈ രീതിയിലുള്ള കടന്നുകയറ്റം അമേരിക്ക നടത്തുന്നത്. ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്ക വിചാരിച്ചിരിക്കുന്നത് അത് അമേരിക്കയാണെന്നാണ് അമേരിക്കയുടെ വിചാരം. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ രാജ്യങ്ങളെയൊക്കെ എപ്പോഴും അടിച്ചമർത്തുക എന്നുള്ളത് അമേരിക്കയുടെ പൊതുവേ ഉള്ള നയങ്ങളിൽ പെട്ടതാണ്. 1963ലും 1990ലും പെറുവിനെതിരെ ഇതേപോലെ അമേരിക്ക ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. 1964 ബ്രസീൽ, 71ലും 2019ലും ബൊളീവിയയിൽ ഇതേപോലെ അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. 1989 പരാഗ്വേ, 1973 ഉറുഗ്വേ, 1976 അർജന്റീന, 1964ലും 73ലും ചിലിയുടെ മേളിലും അമേരിക്ക ഇതേപോലെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്ക ഈ രീതിയിലുള്ള ഒരു അതിക്രമം കാലാകാലങ്ങളിൽ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ വെനിസുലയെ നോക്കി കാണേണ്ടതില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ക്യൂബയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വെനിസുലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. ക്യൂബൻ ആർമിയാണ് എല്ലാ കാലത്തും വെനിസുലയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത്തവണ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ 32 സോൾജേഴ്സ്, അത് ക്യൂബൻ സോൾജേഴ്സ് എന്നാണ് ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നത്. ക്യൂബ വളരെ ശക്തമായിട്ട് തന്നെ മിലിറ്ററി ട്രെയിനിങ്ങുമായിട്ട് വെനിസുലയ്ക്കുള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 40 മുതൽ 60 പേരാണ് അമേരിക്കയുടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇനിയിപ്പം നെതന്യാഹു അമേരിക്ക വിസിറ്റ് കഴിഞ്ഞ് മടങ്ങിയല്ലോ. അപ്പൊ നെതന്യാഹുവിന്റെ ഒരു ബ്രെയിൻ വാഷ് എങ്ങനെയാണ് ട്രംപിനെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു പേടി ഇവിടെ തയ്യബ് എർദോഗന് തുടങ്ങിയിട്ടുണ്ട്. തയ്യബ് എർദോഗൻ ഉടനെ തന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് പോവാണ്. ട്രംപിനെ കണ്ട് സംസാരിച്ചിട്ട് ഗാസ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഗാസയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് തയ്യബ് എർദോഗൻ ഇപ്പം അമേരിക്ക സന്ദർശിക്കുന്നത്. അപ്പൊ തുർക്കിക്കുള്ളിൽ തയ്യബ് എർദോഗനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അത് ഗാസയ്ക്ക് വേണ്ടി നിലപാടെടുത്ത് അമേരിക്കയിലേക്ക് പോകുന്ന ഒരേ ഒരു നേതാവ് അതാണ് തയ്യബ് എർദോഗൻ. അപ്പം ഇതിനെ തുടർന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 വിഷയങ്ങളാണ്. അതിൽ ഒന്ന് ഷീ ജിൻപിങ് ആർക്കൊക്കെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ടോ അവരെല്ലാം തന്നെ പൊസിഷനിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ നീക്കം ചെയ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ശരിക്കും ഒരു കോമഡി ആയിട്ട് തന്നെ എടുത്താൽ മതി. ഷീ ജിൻപിങ് ആണെങ്കിൽ ആരെ കണ്ടാലും ചിരിക്കില്ല എന്നുള്ള അവസ്ഥയാണ്. അത് എന്ത് കൊടുത്താലും ചിരിക്കില്ല. ഈ ഷീ ജിൻപിങ്ങിന്റെ മൗനത്തിന്റെ പുറകിൽ അമേരിക്കയുമായിട്ട് ചേർന്ന് ഈ നേതാക്കളെയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒത്തുകളി ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചില തിയറികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ജസ്റ്റ് കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡീപ് റൂട്ടിൽ അങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്തുള്ള അനാലിസിസ് റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഇത് കഴിഞ്ഞ് നിക്കോളാസ് മദുറോവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു രാത്രി പുള്ളിക്കാരൻ ധരിച്ചിരുന്ന ഒരു നൈറ്റ് ഡ്രസ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ശരിക്കും ആ ഡ്രസ്സോട് കൂടിയുള്ള ഇമേജ് ആണ് ട്രംപ് എടുത്ത് പോസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് ഈ ബ്രാൻഡിലുള്ള ഡ്രസ്സ് ഇപ്പൊ കടയിൽ കിട്ടാനില്ല, ഓൺലൈനിലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഫുട്ബോൾ ടീം ഇതിനെ അനുകരിച്ച ഒരു ഫുട്ബോൾ ടീം, ആ എൻറ്റയർ ഫുട്ബോൾ ടീമിന് ഈ ഡ്രസ്സ് വാങ്ങിച്ച് അവരിപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് നടക്കുന്നത്. എല്ലാ സ്ഥലത്തും അവർ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഡ്രസ് കോഡിലാണ്. ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് ഏതെല്ലാം തരത്തിലാണ് ആൾക്കാരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്തായാലും കുറെ രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.